പ്രോഗ്രാം ടു ഫൈൻഡ് ദി ട്രേസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അതായത് ഈ പ്രോഗ്രാമിനകത്ത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രേസ് ആണ്. മെട്രിക് ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുണ്ടാവും. ട്രേസ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n a i i. ഇതിൽ എ എന്ന് പറയുന്നതാണ് മെട്രിക്സിൻ്റെ പേര്. സാധാരണ മെട്രിക്സിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ഐ ജെ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇൻഡെക്സാണ് നമ്മൾ എടുക്കുക. ഇവിടെ എ ഐ ഐ ആണ് എടുത്തത്. അതായത് റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും സെയിം ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. അതായത് A00, A11, A22 ഇങ്ങനെയൊക്കെ വരുന്ന വാല്യൂസ്. അതായത് സി പ്രോഗ്രാമിൽ എടുക്കുമ്പോൾ ഐ 1 ആയിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. I0 to n-1 എന്നായിരിക്കും സി പ്രോഗ്രാമിൽ വരിക. അപ്പോൾ എയുടെ റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും സെയിം ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെയിം ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ A00 പ്ലസ് A11 പ്ലസ് A22 പ്ലസ് ഇങ്ങനെയാണ് പോവുക. എവിടെ വരെ an-1 an-1 വരെ. അതായത് സാധാരണ ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഓർഡർ m/n എന്നാണ് നമ്മൾ പറയുക. ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് n എന്നൊരു ഓർഡറാണ് നമ്മുടെ അടുത്ത്. n എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് റോസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ an-1 വരെയുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സ് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് മെട്രിക്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 + 5 + 9. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് ആ സമ്മാണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്? സാധാരണ ഒരു മെട്രിക്സ് റീഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മെട്രിക്സിൻ്റെ സൈസാണ് ഇൻപുട്ടായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ഇവിടെ m/n ആണ് ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ m/n ആണ് മെട്രിക്സ് എന്നുണ്ടെങ്കിൽ m റീഡ് ചെയ്യുക, n റീഡ് ചെയ്യുക, അതിന് ശേഷം m = n ആണോ നോക്കുക. ഇതാണ് ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആണ്, അപ്പോൾ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഏതെങ്കിലും ഒന്ന് മാത്രം റീഡ് ചെയ്താൽ മതി. അപ്പോൾ n എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ മാത്രം റീഡ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം n/n മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് റീഡ് ചെയ്യുക. പിന്നെ മെട്രിക്സ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ലൂപ്പ് എഴുതുക ട്രേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? നമുക്ക് ട്രേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. സിഗ്മ i = 0 to n-1 ai ആണ്. ആ ഫോർമുലേനെ അതേപോലെ നമ്മൾ ലൂപ്പ് ആക്കുകയാണെങ്കിൽ ഫോർ i = സിഗ്മ 0 to n-1 അല്ലേ. അപ്പോൾ i = 0, i <n, i++. ഇതാണ് ആ സിഗ്മ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഐ ലൂപ്പ്. അതിനകത്ത് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? സം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളുമാണ്. സം = കറൻറ്റ് സം പ്ലസ് a of i. ഇതാണ് നമ്മുടെ ലൂപ്പ് വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സം = 0 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ പ്രോഗ്രാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അറേ എന്നാണ് അറേ നെയിം എടുത്തത്. 10/10 ആണ് സൈസ് എടുത്തത്, അതായത് മാക്സിമം സൈസ്. വേരിയബിൾസ് i j ലൂപ്പ് വേരിയബിൾസ് ആണ്. ദെൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദി മെട്രിക്സിന് വേണ്ടിയിട്ട് n എടുത്തു. ദെൻ സം ആദ്യം 0 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ആദ്യം തന്നെ നമ്പർ ഓഫ് റോസ് ഓഫ് ദി മെട്രിക്സ് നമുക്കൊരു മെസ്സേജ് കാണിച്ചു. എൻ്റെ നമ്പർ ഓഫ് റോസ് n റീഡ് ചെയ്തു. അതിനുശേഷം n/n മെട്രിക്സ് റീഡ് ചെയ്തു. ഐയും n-1 വരെ പോണു, ജെയും n-1 വരെ പോണു. അറേ ഓഫ് i j റീഡ് ചെയ്തു. ദെൻ ഇതാണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ലൂപ്പ്. സം = സം പ്ലസ് a of i എന്ന് പറഞ്ഞു. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് സം പ്രിൻറ്റ് ചെയ്തു. ഞാനിവിടെ സം എന്ന് വേരിയബിൾ നെയിം എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രേസ്ന്നോ എന്തെങ്കിലുമൊക്കെ വേരിയബിൾ നെയിം എടുക്കുക. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ നമ്പർ ഓഫ് റോസ് 3 എന്ന് പറഞ്ഞു. 3 എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആണ്. എൻ്റെ 9 എലമെൻറ്റ്സ് ഓഫ് ദി മെട്രിക്സ്. ഞാനത് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യണു. അതിനുശേഷം ട്രേസ് ഓഫ് ദി മെട്രിക്സ് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യണം. അതുകൊണ്ട് മെട്രിക്സ് ഫോമാറ്റിൽ തന്നെയാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് റീഡ് ചെയ്യാം. അപ്പോൾ അത് മെട്രിക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ഓഫ് ദി മെട്രിക്സ് കറക്റ്റ് തന്നെയാണ് കിട്ടിയെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഫോർമാറ്റിൽ തന്നെ റീഡ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് മെട്രിക്സ് റീഡ് ചെയ്തതിന് ശേഷം ആ മെട്രിക്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം, അതിനുശേഷം ട്രേസ് ഓഫ് ദി മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെ ട്രേസ് ഓഫ് ദി മെട്രിക്സ് 10 എന്നാണ് പറഞ്ഞത്. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്തത്. 1ഉം 8ഉം 1ഉം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 10 കിട്ടും.